ബാക്കിയാ മോനെ ദാ വിവോന്റെ ലോറി പറഞ്ഞിരിക്കുന്നു, കണ്ടെയ്നർ പറഞ്ഞിരിക്കുന്നു കേട്ടോ. ഞാൻ കഴിഞ്ഞിട്ട് ബാക്കിയാക്കാം. 18,000 രൂപയാണ് പുതിയ റേറ്റ്. ഓക്കെ, നമുക്ക് എത്ര 8,500 രൂപ കൊടുക്കും. 8,500 പുതിയ സാധനം. ഈ 8,500 രൂപ ഫോൺ എടുക്കുന്ന 1000 രൂപ നമ്മള് ഗിഫ്റ്റ് വേറെ കൊടുക്കും അല്ലേ? ഇപ്പോഴും വീഡിയോ ഒന്ന് കാണാൻ, ഷെയർ ചെയ്യുക, എന്തെങ്കിലും കമന്റ് ചെയ്യുക. അതിൽ തിരഞ്ഞെടുക്കുന്ന 10 പേർക്ക് നമ്മൾ ഗിഫ്റ്റ് റെഡി. ഇതാ വിവോന്റെ X200 പ്രോയും അതൊരു വിവോ 50 60 എന്ന് പറഞ്ഞിട്ട് എല്ലാ മോഡലുകളും ഇഷ്ടം പോലെ ചാകര കണക്കിന് വാ അങ്ങോട്ട് വാ. നമ്മളിപ്പോ മൊബിക്കോലാട്ടോ. ഇപ്പൊ പറഞ്ഞതുപോലെ നമ്മുടെ വിവോന്റെ ആ കണ്ടെയ്നർ അങ്ങോട്ട് മറിഞ്ഞ് അത് മൊത്തം ഇങ്ങോട്ട് എടുത്തോണ്ടോ അല്ലേ? ഈ പ്രാവശ്യം ഓണം ശരിക്കും ആഘോഷിക്കുന്നത് വിവോയും ഓപ്പോയും ഒക്കെ. അപ്പൊ സാംസങ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഓലക്ക് ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ഓണത്തിനേക്ക് ഇറക്കിയ മോഡല് നമ്മൾ ഇവിടെ പൊട്ടിച്ചിട്ട് സെക്കൻഡ് ആക്കി കൊടുക്കുക. കേരളത്തിൽ ഏത് പ്രമുഖ ഷോപ്പുകളിലും ഓൺലൈനും റേറ്റ് ചെക്ക് ചെയ്യട്ടെ. എന്നിട്ട് നമ്മളടുത്ത് 4,000 5,000 6,000 ഇനി വലിയ മോഡലാണെങ്കിൽ S25 അൾട്ര ആണെങ്കിൽ 25,000 30,000 വരെ വില കുറവുണ്ടെങ്കിൽ നമ്മളടുത്ത് വന്നിട്ട് ഫോൺ എടുക്കട്ടെ അല്ലേ? കൈ നിറയെ സമ്മാനങ്ങൾ നമ്മൾ കൊടുക്കുന്നത് ഇഷ്ടം പോലെ സമ്മാനങ്ങൾ. അതുകൊണ്ട് കാണിച്ചത് സമ്മാനങ്ങളുടെ കൂമ്പാരാണ് ഇവിടെ. ഇവിടുന്ന് വലിയൊരു ബോക്സ് എടുക്കാം. ഇവിടുന്ന് ഒരു ബോക്സ് എടുത്ത് തരൂല. ഈവൺ അടുത്ത ബോക്സ് എടുത്ത് ഈവൺ ഈ ഒരു ബോക്സ് 3 ബോക്സ് ആയി. ഒരു ഫോൺ എടുക്കുന്ന കസ്റ്റമർക്ക് 3 ഗിഫ്റ്റ്. അതും നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്റ്റിന്റെ മാതിരി തന്നെ നമ്മുടെ ഗിഫ്റ്റിനും ക്വാളിറ്റി ഉള്ള ഗിഫ്റ്റ്, ലോക്കൽ ഗിഫ്റ്റ് അല്ല. 1000 രൂപയുടെ മുകളിൽ വില വരുന്ന ഗിഫ്റ്റുകളാണ് തരുന്നത്. പൊട്ടിക്കുന്ന റേറ്റും അതെ, അതിന്റെ കൂടെ ഗിഫ്റ്റുകളും ഏറ്റവും നല്ല ക്വാളിറ്റി നിറയെ സമ്മാനങ്ങളായിട്ടാണ്. അത് മാത്രമല്ല, ഈ അഷോർഡ് ഗിഫ്റ്റിന് പകരം നമ്മുടെ നറുക്കെടുപ്പിലൂടെ ഗോൾഡ് കോയിന്, ഫാമിലിക്ക് റിസോർട്ട് സ്റ്റേ, വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ്, TV ഇതൊക്കെ ഉണ്ട്. അതിനൊക്കെ പുറമെ അഷോർഡ് ഗിഫ്റ്റുകൾ നിങ്ങൾക്ക് സഞ്ചിയിൽ നിറച്ച് കൊണ്ടുപോകട്ടോ. നിറയെ സമ്മാനങ്ങളാണ് ഇവർ കൊടുക്കുന്നത്. അപ്പൊ അത്രയും സാധനങ്ങളാണ് ഇവരുടെ അടുത്തുള്ളത്. അത് മാത്രമല്ല, കേരളത്തിൽ എവിടെയും ഇല്ലാത്ത യൂസ്ഡ് മൊബൈലിന്റെ സ്റ്റോക്ക് ആണ് ഇവിടെ ഉള്ളത്. പക്ഷേ സ്റ്റോക്ക് നമുക്ക് കാട്ടിക്കൊടുക്കാം. നമുക്ക് വളരെ സന്തോഷമുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ ഏറ്റവും കൂടുതൽ യൂസ്ഡ് ഫോൺ ആയിട്ടുള്ളത് വെച്ചാല് അത് നമ്മുടെ മൊബിക്കോ കൊടുവള്ളി. അപ്പൊ നമ്മളെ ഓണത്തിന് പൂക്കളം കേട്ടില്ലേ? മൊബിക്കോല് ഫോൺ കളം. ഇതെന്താ സാധനം? ഇത് ഗൂഗിളിന്റെ പിക്സൽ. ഗൂഗിൾ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഡിമാൻഡ് ഉള്ള സാധനമാണല്ലോ അല്ലേ? അതൊക്കെ എന്ന് പറഞ്ഞാൽ യൂസ്ഡ് നമുക്ക് പറയാൻ പറ്റുന്നില്ല. അത്രയും നീറ്റ് ഫോണിസ്റ്റാ. എന്ത് പ്രൈസിംഗിൽ അതൊക്കെ കൊടുക്കണേ? 58,000 പുതിയ റേറ്റ്. എന്താ ഇത് ഏതാ സ്പെക്ക് ഏതാ പറയും? പിക്സൽ 8. 58,000 പുതിയ വില. ഓക്കെ, 30,000 രൂപ കൊടുക്കണം. 30,000 രൂപയ്ക്ക്. അപ്പൊ 6 മാസം വാറണ്ടി. സ്പെക്ക് എങ്ങനെ? 8GB RAM 128 അതും 6 മാസം വാറന്റിയോട് കൂടിയില്ലേ? നീറ്റ് ഫോൺ വെച്ചാൽ ഇതൊക്കെ യൂസ് ചെയ്ത് പോണ യൂസ് ചെയ്യാത്ത നോൺ ആക്റ്റീവ് ഫോൺ. അതാ പറയുന്നത് പുതിയതുപോലെ തന്നെ അവര് സെക്കൻഡ് ആക്കി കൊടുക്കുന്നത്. പിക്സലിന്റെ 8 Pro സ്റ്റിക്കർ ഒന്നും പൊളിച്ചിട്ടില്ല. അതെ, നോൺ ആക്റ്റീവ് സ്റ്റിക്കർ 90 രൂപ. ഓക്കെ, നമ്മൾ കൊടുക്കുന്നത് 40 രൂപ. 40,000. അതായത് ഇതിന്റെ IMEI അടിച്ചിട്ട് നെറ്റ് ചെക്ക് ചെയ്ത് നോക്കിയാൽ നോൺ ആക്റ്റീവ് സിം എപ്പോഴുന്നോ അപ്പോഴാണ് ആക്റ്റീവ് ആവുള്ളൂ. ശരിയാണ്. അപ്പൊ അത്രയ്ക്ക് ഇത് യൂസ്ഡ് എന്ന് ഇവിടെ പറയാൻ പറ്റോ. യൂസ്ഡ് ഫോണിന്റെ ഫ്രഷ് ഫോൺ തന്നെ അവർ യൂസിന്റെ പേരും പറഞ്ഞ് വെക്കുന്നത്. ബാൽമുഡന്റെ കളം, ബാൽമുഡ കളം. ഇതെങ്ങനെയാ? ഇത് നമ്മൾ ഒന്നും റേറ്റ് പൊട്ടിച്ചിട്ട് 11 രൂപയ്ക്ക് ബാൽമുഡ. ഇത് സെക്യൂരിറ്റി ഫീച്ചർ, ഹൈ സെക്യൂരിറ്റി ഫീച്ചറുള്ള ഫോണാണ്. അത് മാത്രോ S24 അല്ലേ? S25നോട് കിടപിടിക്കുന്ന ക്യാമറയുള്ള, അതും പോക്കറ്റ് ഫ്രണ്ട്ലി. നമ്മള് എന്താ പറയാ, പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഈസി ആയിട്ട് കുഞ്ഞ ഫോൺ, നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ളതാണ് ബാൽമുഡ. അതിന്റെ പൂക്കളം എന്ത് വിളിക്കുന്നു? 11 രൂപയ്ക്ക്. ഓക്കെ, ഇനി അടുത്ത ഓൺലൈൻ റേറ്റ് 11 രൂപ. എന്റെ മോനെ, എവിടെയും കാണാത്ത ഷോപ്പുകളൊന്നും കാണാത്ത ഓൺലൈൻ മാത്രമുള്ള സാധനമാണ് നമ്മുടെ നത്തിങ്ങിന്റെ ഫോണ്. നത്തിങ് ഒക്കെ ഓൺലൈൻ റേറ്റ് പ്ലസ് ഒരു 500 ടിക്കറ്റാണ് ഷോപ്പുകളിൽ. ഓക്കെ, നമ്മൾ 23,000 രൂപ നത്തിങ് 2A പ്ലസ് 20 രൂപ കൊടുക്കും. 20 രൂപയ്ക്ക്. ഏത് പൊട്ടിക്കാത്ത ബോക്സ് പീസ് കിട്ടോ? കസ്റ്റമർ എടുത്തിട്ട് അപ്പൊ ഇത് വാറന്റി കമ്പനി വാറന്റി ഉണ്ടാവില്ലേ? 1 വർഷം 1 ഇയർ കമ്പനി വാറന്റി ഉള്ള നത്തിങ്ങിന്റെ ഫോണ്. ജാക്സ മറന്നോണ്ട, നത്തിങ്ങിന്റെ ഫോൺ ഇവിടെ ഇഷ്ടം പോലെ വന്നിരിക്കുന്നു കേട്ടോ. അടുത്ത മതി. ഓപ്പോന്റെ Find X8 പുതിയ പോലെ പ്രീമിയം ഫോൺ. ഓപ്പോന്റെ പ്രീമിയം പുതിയത് 70,000 രൂപ. 70,000 രൂപ പുതിയത്. 70,000 രൂപ പൊട്ടിക്കാത്ത സാധനം, അടിപൊളി ബോക്സ് പീസ്, സീൽഡ് സാധനം അല്ലേ? എന്ത് വില പറഞ്ഞോ?
46,000 കൊടുക്കാം. 46,000 രൂപയ്ക്ക്. എന്താ ഇതിന്റെ സ്പെക്ക്? 70,000 രൂപന്റെ ഫോൺ 70,000. ഇതിന് സീൽ മറ്റേ ഫ്രണ്ടിന്റെ പൊടിച്ചിട്ടുണ്ടാവോ? ഇല്ലല്ലേ? ജസ്റ്റ് എന്താ ഫോണും വേണം നോക്കി. എന്ത് വിലക്ക് കൊടുക്കുക? 45. സ്പെക്ക് പറയാൻ പറ്റോ? ഇത് വരുന്നത് 8GB 12GB 256. 12GB 256. ഓപ്പോന്റെ ഫൈൻഡ് X8. അടുത്ത വരട്ടെ വാ. മെനിയാന്ന് പറഞ്ഞ A17 5G ഒക്കെ നമ്മള് പൊട്ടിച്ചിട്ട് അന്ന് തന്നെ കമ്പനി ലോഞ്ച് ചെയ്യുന്നതിന്റെ മുമ്പ് നമ്മളിത് പൊട്ടിച്ച ആ വീഡിയോ ഞാൻ കണ്ടിരുന്നു. കമ്പനി ലോഞ്ചിങ്. അതിന്റെ തലേന്ന് നമ്മൾ പൊട്ടിച്ചാണ് കമ്പനി വില എടുത്ത്. ആ കമ്പനി വില ഇട്ടപ്പോൾ നിങ്ങളെ വില 2,000-3,000 കുറവായിരുന്നു. ഇതൊക്കെ എങ്ങനെ സാധിക്കും ഷമീറ? എസ് സീരീസ് ഉണ്ട്. എല്ലാ വിഷയം മാറ്റാണ്. ഒരു കളി കൊണ്ട് നോക്കി. സാംസങ് ഇഷ്ടം പോലെ സാധനം പോലെ എല്ലാം ഉണ്ട്. എസ് സീരീസ് അടിപൊളി. എസ് സീരീസിന് ഒരു കൂട്ടം കളിയാ. എന്താ ഇത് എസ് സീരീസിൽ ഏതൊക്കെയാ എങ്ങനെയൊക്കെയാ അതിന്റെ കാര്യങ്ങൾ? ഏറ്റവും ലേറ്റസ്റ്റ് ഏതാ? പുതിയത് 81,000 രൂപ. 81,000 S25. ഓക്കെ, നമ്മൾ ഒത്തിരി കൊടുക്കുന്ന അറിയാം 59. അപ്പൊ എത്ര വില വ്യത്യാസമുണ്ട്? 59 പറയുമ്പോ 81 30,000 രൂപ. 30,000 രൂപ വ്യത്യാസം. ഇത് നോൺ ആക്റ്റീവാ? 22,000 രൂപ വ്യത്യാസം. 22,000 രൂപ വ്യത്യാസം. എന്ത് നോൺ ആക്റ്റീവ് ആണോ? അല്ല, കസ്റ്റമർ സിം ഇടുമ്പോ 1 ഇയർ വാറന്റി. 1 ഇയർ വാറന്റി ഉണ്ടാവും. അപ്പൊ നോൺ യൂസ്ഡ്. ഇത് പുതിയനായിട്ടും 22,000 രൂപ കുറച്ചിട്ടാണ് S25. 59 രൂപ. 59 രൂപ. വേറെ കഴിഞ്ഞില്ല. 1,20,000 രൂപ വെക്കുന്ന S25 Ultra. 25 Ultra. ഇത് അടിപൊളിയാ. 1 ഇയർ വാറന്റി. 1 ഇയർ വാറന്റി. ഫുൾ ബ്ലാക്ക്. ബോക്സ് ആയിട്ട് പൊട്ടിച്ചു കൊടുക്കുക. എന്ത് വിലക്ക് കൊടുക്കും? 97 രൂപ കൊടുക്കുക. S25 Ultra 97 രൂപയ്ക്ക്. സിം ഇടുമ്പോ ഇത് 256. എന്റെ മോനെ 97 രൂപയ്ക്ക് കസ്റ്റമർ സിം ഇടുമ്പോൾ ആക്റ്റീവ് ആവുള്ളൂ. പൊളിക്ക് വിട്ടണം. പറയും അടുത്ത്. ഇനി സാംസങ്ങിന്റെ എ സീരീസ് ഒക്കെ നമ്മുടെ എ സീരീസ് അതാ ഇഷ്ടം പോലെ. എ സീരീസ് iPhone 16 ഒക്കെ ഉണ്ട്. iPhone 16 ഉണ്ട് അല്ലേ? 75 രൂപയാണ് റേറ്റ്. നമ്മൾ വെക്കുന്നത് 63. 63 രൂപയ്ക്ക് 16 128. അടിപൊളി. 16 ആട്ടോ. 17 വരാൻ പോണ്ടല്ലോ അല്ലേ? 17 ഒക്കെ ഫസ്റ്റ് നമുക്ക് വെക്കണ്ടേ? 17 ഒക്കെ ഇറങ്ങണം അന്ന് പൊട്ടിക്കും. മേലെ പുതിയ ഷോപ്പിൽ പ്രീ ബുക്കിംഗ് സംഗതി. ഈ റെഡ്മിന്റെ കുറച്ച് കാണുന്നുണ്ട് ബോക്സ്. ഇതൊക്കെ സാധാരണക്കാർക്ക് ഈ ഓണം ആഘോഷിക്കാൻ അത് പറയും. സാധാരണക്കാർക്ക് കൊടുക്കും. ഞാൻ കഴിഞ്ഞിട്ട് ബാക്കിയാക്കി 18,000 രൂപയാണ് പുതിയ റേറ്റ്. ഓക്കെ, നമുക്ക് എത്ര? 8,500 രൂപ കൊടുക്കും. 8,500 രൂപ പുതിയ സാധനം. ഈ 8,500 രൂപ ഫോൺ എടുക്കുന്ന 1,000 രൂപ നമ്മള് ഗിഫ്റ്റ് വേറെ കൊടുക്കും അല്ലേ? കൈ നിറയെ സമ്മാനങ്ങൾ. സമ്മാനങ്ങൾ പറഞ്ഞത് കഴിഞ്ഞ തവണയെ 5 സമ്മാനം തന്നപ്പോ എന്താ പറഞ്ഞേ? 10 പേർക്ക് കൊടുക്കാതെ. പ്രാവശ്യം കൊടുക്കാലോ. 10 പേർക്ക്. ഇപ്രാവശ്യം 10 കൊടുക്കാം. വീഡിയോ ഒന്ന് കാണാൻ, ഷെയർ ചെയ്യുക, എന്തെങ്കിലും കമന്റ് ചെയ്യുക. അതിൽ തിരഞ്ഞെടുക്കുന്ന 10 പേർക്ക് നമ്മൾ ഗിഫ്റ്റ് റെഡി. കഴിഞ്ഞ പ്രാവശ്യത്തിൽ കമന്റ് ചെയ്ത 10 പേരെ എന്താക്കാം, നിങ്ങൾ സെലക്ട് ചെയ്ത് ഇതിലേക്ക് ടേക്ക്. കാരണം 10 ആൾക്കാരെ തിരഞ്ഞെടുക്കുമ്പോൾ ഒരുപാട് സമയം എടുക്കും. ആളുകൾക്ക് ഗിഫ്റ്റ് ലിസ്റ്റ് ഇടാം. ലിസ്റ്റ് ഇടാം. അവർ നമ്മളെ കോൺടാക്ട് ചെയ്ത് നമ്മൾ കുറെ സമ്മാനം കൊടുക്കും. റെഡി അല്ലേ? അപ്പൊ ഈ വീഡിയോ തന്നെ ഈ ആരൊക്കെ സമ്മാനം ഉള്ളതെന്ന് നമ്മൾ പറഞ്ഞു കേട്ടോ. അതിലെന്താ അറിയോ? ഫേസ്ബുക്ക് ഉണ്ട്, യൂട്യൂബ് ഉണ്ട്, ഇൻസ്റ്റാഗ്രാം ഉണ്ട്. എല്ലാത്തിനും 2-3 ആയിട്ട് കൊടുക്കും കേട്ടോ. സെറ്റ്. ഓക്കെ, അപ്പൊ കമന്റ് കൊടുത്തിട്ടുണ്ട്. എല്ലാരും കൊടുത്തിട്ടുണ്ട്. അപ്പൊ പുതിയത് എത്ര പറഞ്ഞ്? 10 പേർക്ക്. പിന്നെയും ഈ വീഡിയോ കാണുന്ന 10 പേർക്ക് നമുക്ക് എന്ത് ചെയ്യാം? ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. 10 പേരെ തിരഞ്ഞെടുക്കുക. വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോട്ടല്ലേ? ഇനിയും വീഡിയോകൾ ഇതേമാതിരി കാണാൻ വേണ്ടിട്ട് പറയല്ലേ? സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ ഇത്രയും സ്കീം അവർ അദ്ദേഹത്തെ സാധനം റെഡ് മാജിക്. ഇത് കഴിഞ്ഞ തവണ നമ്മൾ എന്തോ പറഞ്ഞതിനെ പറ്റി ഗെയിമേഴ്സിന്റെ ഭ്രാന്തന്മാർക്ക് 50 രൂപ സാധനമാണ്. 33 രൂപ കൊടുക്കണം. 33,000 രൂപയ്ക്ക് ഗെയിമിംഗ് ഭ്രാന്തന്മാരുടെ സാധനം. പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോ വീഡിയോ എടോ എത്തിപ്പോ. അതെ, പറഞ്ഞോ. റെഡ്മിന്റെ നോട്ട് 14, 14 Pro, റെനോ 13, 13 Pro, റെനോ 13 Pro ഒക്കെ ഉണ്ടല്ലോ. പുതിയ റേറ്റ് 50,000 രൂപ. 35,000 കൊടുക്കും. 35,000 രൂപ 50,000 ഫോൺ. ഫോണ് നോക്ക്. ഓണത്തിനേക്ക് ഇറക്കിയ പുതിയ മോഡൽ കമ്പനി ഏതൊക്കെ ഇറക്കിയോ? ഓപ്പോയില്, വിവോയില്, സാംസങ്ങില്, റെഡ്മിയില്, റിയൽമിയില്, പ്രമുഖ ബ്രാൻഡിൽ ഇറക്കിയ എല്ലാ മോഡലും നമ്മൾ പൊട്ടിച്ച്. ഈ ഷോമിന്റെ 15 ഒക്കെ ഉണ്ട്. 65,000 രൂപ പുതിയ റേറ്റ്. 54,000 കൊടുക്കുക. സീൽഡ് പൊട്ടിച്ചിട്ടില്ല. കസ്റ്റമർക്ക് പൊട്ടിക്കുക. 11,000 രൂപ കുറവാ. ഇവര് യൂസ്ഡ് മൊബൈൽ ഷോപ്പ് അല്ല ഇട്ടത്. ഇവര് ശരിക്കും പറയുകയാണെങ്കിൽ ഫ്രഷ് മൊബൈൽ പൊട്ടിച്ചിട്ട് യൂസ്ഡ് സെക്കൻഡ് ആയി കൊടുത്തിട്ട് ഇങ്ങനെ പറയുകയാണെങ്കിൽ യൂസ്ഡ് മൊബൈൽ ഷോപ്പാണ്.
കണ്ടില്ലല്ലേ അതാ പറയണേ അതാ അവരെ വിജയം. 100% നീറ്റ് ഉള്ള. അത്ര ഗ്യാരണ്ടി 5 വർഷമായി നമ്മൾ പബ്ലിക് പ്ലാറ്റ്ഫോമിലാണ് കച്ചവടം ചെയ്യുന്നത്. 20 വർഷമായി ഞാൻ ഈ യൂസ്ഡ് മൊബൈൽ കളിക്കുന്നു. അപ്പൊ നമുക്കറിയാം ഏതൊക്കെ രീതിയിൽ സാധനങ്ങൾ വരുന്നത്. അതായത് 5 വർഷം പബ്ലിക്കിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ അത്രയും ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് കൊടുത്തുകൊണ്ട് മാത്രം. പിന്നെ 100% സോഷ്യൽ മീഡിയ പവറാണ്. 5 മിനിറ്റ് കൊണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു മലപ്പുറം ജില്ലക്കാര് നമ്മളെ ചങ്കാണ്. ആ വീഡിയോ വന്നതിന് ശേഷം ഫുള്ള് ഇപ്പോഴും മലപ്പുറം ജില്ലക്കാർ ഒരു കളിയാണ് ഏറ്റെടുത്തിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് എവിടുന്നൊക്കെ ആളുകൾ, കേരളത്തിൽ മാത്രമല്ല കർണാടക, തമിഴ്നാട്, ലക്ഷദ്വീപ്, ഓൾ ഓവർ കേരളമുള്ള കസ്റ്റമർ ഒക്കെ നമ്മുടെ മൊബിക്കോല് വന്നിട്ട് ഫോൺ എടുത്ത് പോവാണ്. അപ്പൊ ഈ കേരളത്തിൽ നിന്നുള്ളവർ മാത്രമല്ല പറയുന്നത്, കർണാടക, തമിഴ്നാട്, ലക്ഷദ്വീപിലൊക്കെ നമുക്ക് ഒരുപാട് ഇന്നും 2-3 കൊറിയർ പോയിട്ടുണ്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പൊ അതാണ് ഓൾ ഓവർ ഇന്ത്യ കൊറിയർ കൊണ്ടിട്ടവര് ഒരു ഫോണിന് കാര്യങ്ങൾ വിളിച്ച് ചോദിക്കുക, റേറ്റും കാര്യങ്ങൾ അറിയാം, ഈ സാധനം അവർ നിങ്ങൾ വീട്ടിലേക്ക് എത്തിച്ചു. കസ്റ്റമർ കെയർ വിളിക്കുന്ന സമയത്ത് ഭയങ്കര നെഗറ്റീവ് ഉണ്ട്. കാരണം നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരുപാട് കോളും മെസ്സേജ് വന്നിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത സിസ്റ്റം ആയിട്ടുണ്ട്. IVR സിസ്റ്റം ഒക്കെ അടുത്ത 15-ാം തീയതി കൂടി താഴെ ഓഫീസ്, മുകളിൽ പുതിയ ഷോപ്പിന്റെ ഓപ്പണിംഗ്, ആപ്പിന്റെ ഓപ്പണിംഗ്, വേറൊരു ലെവലിലേക്ക് അടിച്ച് കേറാൻ പോവാ. മക്കളെ കൂടെ കൂടിക്കോളി, നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരം ഉണ്ടാവും. മാത്രമല്ല ഈ കസ്റ്റമർ കെയറിന്റെ കാര്യം പറയുമ്പോൾ ഞാൻ പറയാം, നിങ്ങൾ വിചാരിക്കും നിങ്ങൾ ഒരാളേക്ക് വിളിക്കുന്നുണ്ടാവാ, നിങ്ങൾക്ക് മാത്രം അതിനുള്ള സപ്പോർട്ട് കിട്ടിയില്ലെങ്കിൽ 12,000 കോൾ വരെ കയറുന്നുണ്ട്. ഒരു ദിവസത്തെ കോളിന്റെ കാര്യം കേട്ടൊക്കെ 12,000 കോൾ എങ്ങനെ മനുഷ്യന്മാരെ കൊണ്ട് പറ്റും ഇതിനൊക്കെ റിപ്ലൈ തരാൻ? അതുകൊണ്ട് മാത്രം നിങ്ങളൊന്ന് ക്ഷമിക്കട്ടോ. എന്താ വെച്ചാൽ പറ്റാത്തവരുള്ള മെസ്സേജിന് പരമാവധി റിപ്ലൈ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ലൊക്കേഷൻ ജസ്റ്റ് ഒന്ന് മാപ്പ് കയറി മൊബിക്കോ കൊടുവള്ളി നേരെ മുറ്റത്തെത്തിച്ചു, സിറാജ് ബൈപ്പാസ് നേരെ ഇപ്പുറത്ത്. അപ്പൊ ഇപ്പൊ തന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോ തന്നെ ആൾക്കാർ ഈ മൊബിക്കോ എവിടെയാ നോക്കിയിട്ടുണ്ട്. അന്ന് ഫുഡ് കഴിക്കാൻ കയറിയാണ്. അപ്പൊ അറിയുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് അടിച്ചു നോക്കിയാൽ പോരെ. അപ്പൊ അതാ പറഞ്ഞത്, അത് നിങ്ങൾ മറന്നു വിട്ടിട്ട് നേരെ കൊടുവള്ളി മൊബിക്കോ സിറാജ് ബൈപ്പാസിന് തൊട്ടടുത്താണ്. ഒന്ന് ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ എല്ലാ വിവരങ്ങളും അവിടെ ഉണ്ട്. പറഞ്ഞോ, ക്ഷമിക്കാം. ഒരുപാട് റെനോന്റെ ഇവിടെ മറിഞ്ഞെടുക്കുന്നത് സീരീസിലൊക്കെ ഉണ്ടോ. എക്സ്ട്രോന്റെ ഒക്കെ പുതിയത് റേറ്റ് വരുന്നത് 55, നമ്മൾ കൊടുക്കുന്ന 47. ഒരു കാർഡ് ഓഫർ ഒന്നും വേണ്ട, ഡയറക്റ്റ് എവിടെ വേണമെന്ന് ചോദിക്കാം. അതെ, ഫ്രഷ് സാധനം. ഞാൻ പറഞ്ഞു, എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ. ഈ ഓണത്തിന് ഒരുപാട് പേര് ഒരു ഫ്രഷ് ഫോൺ എടുക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അവർക്ക് നമുക്ക് സെക്കൻഡിന്റെ പ്രൈസിനാണ് ഫ്രഷ് കൊടുക്കുന്നത്, സെക്കൻഡ് ആക്കി കൊടുക്കുന്നത്. ഇതൊക്കെ 1 ഇയർ വാറണ്ടി കേട്ടോ. ജസ്റ്റ് ബോക്സ് കട്ട് ചെയ്തൊക്കെ 1 ഇയർ വാറണ്ടി. അപ്പോൾ ഈ ഒരു ഓണത്തിന് കൈ നിറയെ സമ്മാനങ്ങൾ. ഞാൻ പറഞ്ഞു നമ്മളെ പ്രൊഡക്റ്റ് ഗ്യാരണ്ടി ആണ്. അതേമാതിരി തന്നെയാണ് ഞാൻ പറഞ്ഞു നമ്മളെ ഗിഫ്റ്റും ഗ്യാരണ്ടി ആണ്. കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഗിഫ്റ്റ് മോശമാണെങ്കിൽ നേരെ കൊണ്ടുവന്ന് ഈ ഗ്ലാസ്സിന് ഇട്ടറിഞ്ഞോളാം. കോൺഫിഡന്റ് കേട്ടോ. നമ്മൾ കൊടുക്കുന്ന ഗിഫ്റ്റ് 1000 രൂപയുടെ മുകളിൽ വാല്യൂ വരുന്ന ഗിഫ്റ്റ് ആണ് തരുന്നത്. ഓഫറിൽ കൊടുക്കുകയും 8000 രൂപയുടെ ഫോണിന് വരെ കൊടുക്കുന്നത് 1000 രൂപേന്റെ മുകളിലുള്ള ഗിഫ്റ്റും. അത് മാത്രമല്ല നറുക്കെടുപ്പിലൂടെയുള്ള സമ്മാനങ്ങൾ വേറെയും. നമ്മൾ പറഞ്ഞ ഗോൾഡ് കോയിന് ബാക്കിയുള്ള റിസോർട്ട്സും കമ്പനികളുടേതല്ല. എല്ലാവരും വിവോ, ഓപ്പോ കൊടുക്കുന്ന അവരെ ഓഫർ ആക്കിയിട്ടാണ് വരുന്നത്. നമ്മൾ കൊടുക്കുന്നത് നമ്മളെ ഓഫർ. സാധാരണക്കാർക്ക് എത്ര രൂപ മുതലാണ് ഫോൺ സ്റ്റാർട്ടിംഗ് ഉണ്ട്? ഇപ്പൊ സ്റ്റാർട്ടിംഗ് 7-8 മുതലാണ് ഇപ്പൊ ഉള്ളത്. നമ്മൾ 5000 ഒക്കെ പറഞ്ഞ പിന്നെ എല്ലാവരും 5000 വരും. ഓക്കെ, അപ്പൊ നമ്മൾ നിർത്തി. 5000 സാധാരണക്കാരന്റെ ഫോണല്ല. ഇപ്പൊ എല്ലാവരും ഒരു 10,000 രൂപ റേഞ്ചിലൊക്കെയാണ് സ്റ്റാർട്ടിംഗ്. ഫോണൊക്കെ നമുക്ക് ഫിനാൻസും കൊടുക്കാം. അതെ, ഫിനാൻസ് ഉണ്ട്. ഓൾ ഓവർ കേരളയാണോ അല്ലെങ്കിൽ കോഴിക്കോട്, മലപ്പുറം, മലപ്പുറം, വയനാട് ഇവിടെയൊക്കെ അടുത്ത 1-ാം തീയതി മുതൽ നമുക്ക് ഓൾ കേരള. ഈ സെപ്റ്റംബർ ആണോ? അടുത്ത മാസം 1-ാം തീയതി, സെപ്റ്റംബർ 1 മുതൽ ഓൾ കേരള ഫിനാൻസ് കിട്ടോ. 0 ഡൗൺ പേയ്മെന്റ് ആണ് കൊടുക്കുന്നത് കേട്ടോ. അതും അല്ലെ, അതിന് സിബിലും കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ 100% ലോൺ കൊടുക്കും. ഇതിലൊക്കെ പ്രീമിയം ഫോണുകൾ. ഐഫോണിന്റെ ഒരു വലിയ ഷോറൂം മോളില് ഇവരതാ പ്രീമിയം ഫോണിന്റെ പ്രീമിയം ഫോണുകൾ മാത്രമല്ല ഒരു ഷോറൂം മുകളിൽ തുടങ്ങാൻ പോണി. അതേപോലെ ഞാൻ ഫോൾഡിന്റെ ആളാന്ന് അറിയില്ല ഷീമിറ. ഇവിടെ ഒരു ഫോൾഡ് കണ്ടതാ, അടിപൊളി ഫോൾഡ്. 1,55,000 പുതിയ റേറ്റ്. ഫോൾഡ് 6 അല്ലേ? ഫോൾഡ് 5. ഫോൾഡ് 5 അത് 6 അല്ല. ഇപ്പൊ 7 ഇറങ്ങിയോ? 7 ഇറങ്ങി. ഇത് എന്ത് 5 എന്ത് വില? 64 രൂപയ്ക്ക് 256 അല്ലേ? ഫോൾഡ് 5 ബോക്സ് പീസ് 256 64 രൂപയ്ക്ക്. അതായത് 23 അൾട്രാ, 24 അൾട്രാ, അതെ 25 അൾട്രാ. ഇതാണ് നമ്മുടെ മോട്ടോ ഫ്ലിപ്പ്. ഇതാണോ? അല്ലല്ല, അത് സാംസങ്ങിന്റെ ഫ്ലിപ്പാ. കേട്ടോ. ഓക്കെ. ഇത് അപ്പൊ ഷെമീറ, ഇത് മേലെ മാത്രല്ല അടിയിലും ഇഷ്ടം പോലെ ഉണ്ടല്ലോ. പിക്സലിന്റെ ഒക്കെ എല്ലാ മോഡലും പിക്സല് ഇവിടെയൊക്കെ കേടാ
കിടക്കുന്ന വിവോ റെഡ്മി. ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞില്ലേ, കേരളത്തിൽ ഒരു ഷോപ്പിൽ ഏറ്റവും കൂടുതൽ യൂസ്ഡ് ഫോൺ കൂട്ടിയിട്ടെന്ന് പറഞ്ഞില്ല, അത് വെറുതെ പറഞ്ഞല്ല, കാര്യമായിട്ടെന്നാ. കാരണം അത്രയും ക്വാണ്ടിറ്റി. ഏതാണ്ട് ഇപ്പോൾ നമ്മൾ 500-ൽ പരം സെറ്റുകൾ യൂസ്ഡ് ഫോണുകൾ ഇപ്പൊ സ്റ്റോക്ക് ഉണ്ട്. ജസ്റ്റ് ബോക്സ് ഓപ്പൺ ചെയ്ത് നമ്മൾ യൂസ്ഡ് എന്ന് അറിയുന്നത്. കാരണം ഇത് ഫ്രഷ് ആണെന്ന് പറഞ്ഞ് വെക്കാത്തതുകൊണ്ട് അറിയാം. ഫ്രഷിന് ഒരു റൈറ്റ് ഉണ്ട്, അതിനെ വെക്കാൻ പറ്റും. സീൽഡ് കട്ട് ചെയ്തത് സെക്കൻഡാ. അപ്പൊ ഓരോ തരികിട ഓഫർ പരിപാടി ഒന്നല്ല അല്ലേ, എല്ലാം സെക്കൻഡ് എല്ലാം കൂടി തട്ടിക്കൂട്ടി ഫ്രഷ് ആക്കി കൊടുക്കും. നിങ്ങൾ ഫ്രഷ് പൊട്ടിച്ചിട്ട് ഓപ്പോസിറ്റ് പരിപാടി സെക്കൻഡ് ആക്കി. സെക്കൻഡിന്റെ പൈസ. ഇതിൽ കൂടുതൽ എനിക്ക് എന്താ പറയാനുള്ളത്, ഒരു പരസ്യം പോലെ ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഇവരിവിടെ ജെനുവിൻ കാര്യങ്ങളാണ്. ഏറ്റവും കൂടുതൽ സന്തോഷം അറിയാം, ഇവിടെ നമ്മള് പല കമന്റിലും ആളുകൾ പറഞ്ഞേക്കാം, പലതും പറയും തട്ടിക്കലാണ് വെട്ടിക്കലാണ്, പക്ഷെ അതൊക്കെ വളരെ കുറവാ കമന്റ്സ് നോക്കുമ്പോ. ആണ് അവരൊന്നും കാണാത്തത്. അതാണ് ഇവിടെ വന്ന് നോക്കുകയാണെങ്കിൽ ഇവിടെ വന്നിട്ട് ഇവിടെ ഒരു കസ്റ്റമർ ഇറങ്ങി പോകേണ്ട അവസ്ഥ നമ്മൾ വരുത്തരുത്. ചിലപ്പോ എനിക്ക് തോന്നാറുണ്ട് മൊബൈൽ ഷോപ്പ് ഉള്ളവരേക്കും ചിലപ്പോൾ നെഗറ്റീവ് കമന്റ് അടിക്കുന്നത്. ഉള്ള കാര്യം പറയാം, അല്ലാതെ എല്ലാവരോടും ഞമ്മക്ക് അത്രേ ഉള്ളൂ. ഇപ്പൊ 12 മണി 12 മണി ഇവിടെ വന്നിട്ട് 11 വരെ നമ്മൾ കസ്റ്റമർ 11 വരെ ഇവിടെ ആളാണ്. ഷോപ്പിന് ടൈം കൂടി എന്ന് പറഞ്ഞാൽ രാവിലെ 9:30 മുതൽ രാത്രി 9:30 വരെ ആയിരുന്നു. ഇപ്പൊ ഓണം ആയതുകൊണ്ട് നമ്മൾ ഒരു 11 മണി വരെ ഷോപ്പ് 11 മണി വരെ ഷോപ്പ് ഓപ്പൺ ആണ്. മൊബിക്കോ എല്ലാ ദിവസവും വർക്കിംഗ്. ഞായറാഴ്ച ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ കസ്റ്റമർ വരുന്നത്, കാരണം വിളിച്ചു ദൂരത്തെ ആൾക്കാർ വരുന്ന ദിവസം. അപ്പൊ ഒരു ദിവസം പോലും നമുക്ക് ലീവില്ല, ഫുൾ ടൈം നമ്മളിവിടെ ഉണ്ടാവും. അടുത്ത മാസം 15 ആപ്ലിക്കേഷൻ കൂടെ വരിക, ഓൾ ഓവർ കേരള ഫിനാൻസ് കൂടെ വന്നിക്കണമെങ്കിൽ ഓപ്പൺ ആക്കിയാൽ മൊബിക്കോ നമ്മൾ വേറെ ലെവലിലേക്ക് പോകും. എല്ലാവരും സപ്പോർട്ടും വേണം. എന്താ വെച്ചാൽ നിങ്ങളുടെ സപ്പോർട്ടാണ് ഇവരെ വിജയത്തിന്റെ സത്യം. അതുകൊണ്ട് ഭാഗത്തുള്ള ആളുകൾ ഇവിടേക്ക് വരാൻ കാരണം നമ്മളോടുള്ള വിശ്വാസം, നമ്മളോടുള്ള സ്നേഹം. ആളുകൾ അത്രയും നമ്മൾ സ്നേഹിക്കും. അതിനനുസരിച്ച് നമുക്ക് സാധാരണക്കാരെ കൂടെ നിൽക്കുന്നുണ്ടേ. നിങ്ങൾ ആ വിലക്ക് 100% ക്വാളിറ്റി പ്രൊഡക്റ്റാണ് കൊടുക്കുന്നത്. 100%. സെക്കൻഡ് ഫോൺ വാങ്ങിക്കാൻ എല്ലാവരും ആഗ്രഹം, പക്ഷെ പേടിയാ എന്തെങ്കിലും പറ്റിക്കുന്നു. 100% വിശ്വസിച്ചിട്ടാണ് നമ്മൾ സാധനം വാങ്ങാം. അല്ല ഇത് ഇതിന്റെ ഇടയിൽ കൂടെ ഈ സാധനം എല്ലാവരും ബൈജൂസ് ഇവിടെ സാധനം ഇവിടെ നിറച്ചു കണ്ടെയ്നർ പറഞ്ഞ് കഴിഞ്ഞ വീഡിയോ നമ്മൾ എടുത്തല്ലേ സാധനം ഇവിടെ. അത് അതുകൂടെ കുറച്ചുണ്ട്, ഇവിടെ കുറച്ച് കാണുന്നില്ല. ഇവിടെ കഴിഞ്ഞോ എടാ ഇതൊരു 10-15 പീസേ ഉള്ളല്ലോ. നിങ്ങൾ ഇപ്പൊ നമ്മൾ കൊടുക്കുന്നത് 7 രൂപ, 700 മുമ്പേ വിറ്റിരുന്നത്. ഇത് വിൽക്കുന്നത് 7 രൂപ വില കൂടി. ഇത് കഴിഞ്ഞ ഒരു 200 പീസ് കൂടി നമ്മള് തല്ലുകൂടി എത്തിക്കാനുള്ളുണ്ട്. കിട്ടിയാല് 9,000 രൂപയ്ക്ക് സാധനം വില കൂടി അല്ലേ. എന്താ ഡിമാൻഡ് കൂടി, ഡിമാൻഡ് ആയി. സാധനം കിട്ടാൻ 200 പീസ് കൂടി ഇറങ്ങി കഴിഞ്ഞാൽ ബൈജൂസ് കേരളത്തിൽ നിന്ന്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ 9,000 ബൈജൂസ് കൊണ്ടുവന്ന് ഇതിനെ പരിചയപ്പെടുത്തി ഇത് കുട്ടിയൊക്കെ ഉപയോഗപ്പെടുത്തുന്നുള്ളതൊക്കെ മനസ്സിലാക്കി കൊടുത്തു. മിനി ലാപ്ടോപ്പ് ആക്കി കൊടുത്തൊക്കെ മൊബൈലാണ്. അതിനുശേഷമാണ് ഇത് പ്രാബല്യത്തിൽ. ഇന്നിപ്പോ കേരളത്തിൽ ഒരു ഷോപ്പിൽ പോലും ഈ സാധനം കിട്ടാനില്ല. കഴിഞ്ഞാൽ ഒരു 200 പീസ് ലാസ്റ്റ് അത് വരും. അത് വന്നാൽ അതിന്റെ റേറ്റ് 9,000 രൂപ വാങ്ങിയാലും 30,000 സാധനം നമുക്ക് കിട്ടുന്നതിനനുസരിച്ചാണ് വെക്കുന്നത്. 5-നും 6-നും വെക്കുന്നുണ്ട്. ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മളെ ബൈജൂസിന്റെ MD ബൈജുട്ടെ നമ്മളെ ആദ്യം കണ്ടിരുന്ന ചിലപ്പോ ഊട്ടി പോകേണ്ട അവസ്ഥ വരില്ലേ. അത്രയും ക്വാളിറ്റി ഉണ്ട് അല്ലേ. കഴിഞ്ഞ തവണത്തെ നമ്മളെ വീഡിയോയിലെ ഒരു അബദ്ധം പറ്റിയിരുന്നു. കാരണം എന്താ വെച്ചാല് 2 വീഡിയോ ആയിട്ട് കയറി. എന്താ വെച്ചാൽ ഒരു തവണ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോ 15 മിനിറ്റിന്റെ കയറിയത്. അത് അങ്ങോട്ട് അടിച്ച് കയറും ചെയ്ത് അതിൽ 966 കമന്റാ വന്ന്, 813 ഷെയറും. ഇപ്പൊ തന്നെ 2 ലക്ഷത്തിന്റെ അടുത്ത് വ്യൂ ആയി. ഇനി അടുത്തത് ഞാൻ 30 മിനിറ്റിന് പിന്നെയും കയറ്റി, അതും കയറി 721 കമന്റും 1 ലാഖിന്റെ അടുത്ത് വ്യൂ അയക്കുന്നത്. 10 ആളുകൾ നിങ്ങൾ എന്നെ സെലക്ട് ചെയ്യാം. അതിന്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾ ഞാൻ ചോദിട്ടെ ഈ 2 വീഡിയോ ഒന്നും ഒരു 3 ആളെ എടുക്കാണ്, ബാക്കി യൂട്യൂബ് കൊടുക്കാം, ഇൻസ്റ്റയിൽ കൂടെ എടുക്കാം. എന്നിട്ട് ഇതിൽ തന്നെ കാണിക്കുക, അവർക്ക് നമ്മൾ എന്ത് ചെയ്യാം, ഗിഫ്റ്റ് അയച്ചു കൊടുക്കും. അപ്പൊ ഞാൻ ഈ കമന്റ് 966 കമന്റിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യും. ഒരു 3 ആളെ 6 പേരെ ഫേസ്ബുക്കിൽ നിന്ന് ഒരൊറ്റ വീഡിയോ സെലക്ട് ചെയ്ത് അതിന്റെ ഫുൾ ഡീറ്റെയിൽ നിങ്ങൾക്ക് അയച്ചു തരാം. കിട്ടിയ ആൾക്കാർക്ക് ഇതിൽ മെസ്സേജ് അയക്കും കേട്ടോ. അപ്പൊ എല്ലാം കാണാം, യൂട്യൂബിൽ നിന്ന് എടുക്കുന്നുണ്ട്. അത് കൊടുത്തിട്ട് ഇതോടെ എത്രയും സമ്മാനങ്ങൾ 10-15 പേർക്ക് ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു നമ്മൾ 2-3 വീഡിയോയിൽ തന്നെ. അപ്പോ അടുത്ത വീഡിയോയിൽ എത്രയാ നമ്മള് 10 പേർക്ക് ഈ വീഡിയോ കേട്ടോ, ഈ വീഡിയോയിലും 10 പേർക്കുണ്ട്. അപ്പോ നിങ്ങൾ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. സമ്മാനങ്ങൾ കൈ നിറയെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മാത്രമല്ല നമ്മളെ വീഡിയോ കാണുന്നവർക്കും
ഇവിടെ വാങ്ങുന്നവർക്കും ഈ വഴി കൂടെ പോകുന്നവർക്ക് വരെ സമ്മാനം കൊടുക്കേണ്ടത് അതും കൊടുത്തിട്ടുണ്ട് അല്ലേ? എല്ലാവർക്കും സമ്മാനം കൊടുക്കുക. എന്താ വെച്ചാൽ ഇവർക്ക് കിട്ടുമ്പോ അതിന്റെ ഗുണം ഉപഭോക്താക്കൾക്കും ഉണ്ടാവുന്നുണ്ട്. നമ്മള് കമ്പനി ഒരുപാട് ആളുകൾക്ക് ഈ ഗിഫ്റ്റ് കൂടിയാണ് നമ്മ കിട്ടുന്നതിന്റെ നമ്മളെ കസ്റ്റമേഴ്സിന് അത് നല്ലൊരു കാര്യം കിട്ടുമ്പോൾ അതിൽ കുറച്ച് എല്ലാവരും കൊടുക്കുക എന്നുള്ളത് നല്ലൊരു സമീപനം കൂടിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഇവരെ വിജയം. അപ്പൊ ഞാൻ ഇനി കൂടുതൽ വലിച്ചു നീട്ടണോ? ഇത് പോരെ ഇഷ്ടം പോലെ ഞാൻ പറയില്ല. ഓണക്കോടി എന്ന് പറയുന്ന അരി ഓണക്കോടി എന്ന് പറയുന്ന പോലത്തെ ഓണ സ്റ്റോക്കാണ് ഇവരുടെ അടുത്തുള്ളത്. അത് മനസ്സിലായില്ല? ഓണക്കോടി പോലെ തന്നെ ഓണ സ്റ്റോക്കുള്ള ഒരു ഷോപ്പും കൂടെ, യൂസ്ഡ് മൊബൈലിന്റെ ഷോപ്പും കൂടെ നമ്മുടെ മൊബിക്കോ. അപ്പോൾ ഒന്നും കൂടി ഞാൻ നമ്മുടെ ലൊക്കേഷൻ പറയാം. നമ്മുടെ സിറാജ് ബൈപ്പാസ് നേരെ ഓപ്പോസിറ്റ് കൊടുവള്ളി, കോഴിക്കോട് കൊടുവള്ളി. അപ്പോൾ നിങ്ങൾ വിളിച്ചാൽ കിട്ടിയിട്ടില്ലെങ്കിൽ നേരെ ഇവിടെ വന്നാലും മതി. അത്രയ്ക്ക് കോളാണ്, 12,000 കോളൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ എടുക്കാൻ പറ്റുക? അത്രയും പറ്റുന്നൊക്കെ അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് തന്നെയാണ് ഈ വിജയത്തിന് കാരണം. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾ കണ്ട് ലൈക്ക് ചെയ്തതിനും അതുപോലെ ഷെയർ ചെയ്യുന്നതിനും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിനും വളരെ ഹൃദയത്തിൽ തൊട്ടൊരു നന്ദിയും കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണുന്നവരേക്കും ഇറ്റ്സ് മീ സിസൽ അലോങ് വിത്ത് ഷമീർ മൊബിക്കോ. ഗുഡ് ബൈ.